ഈ ഡാമുകളെല്ലാം ഇന്ന് അല്ലെങ്കിൽ നാളെ പൊട്ടിയേ പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഈ ഡാമുകൾ നിങ്ങൾ പിടിച്ചു നിർത്തുന്ന പറയാം. അതിനേക്കാളും വലിയ ഡേഞ്ചറാണ് അങ്ങേ എൻ്റെ തൊട്ട് ഇങ്ങേ എൻ്റെ വരെയുള്ള മറ്റു ഡാമുകൾ. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഏത് എഞ്ചിനീയറെ വിളിച്ച് അന്വേഷിച്ച് നോക്കൂ. കേരളം മുഴുവൻ ഒരു വലിയ കുറേ വാട്ടർ ബോംബ്സിൻ്റെ മുന്നിൽ മനുഷ്യൻ ജീവിക്കുക. ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതിപ്പോൾ സാറിൻ്റെ ഒരു വിഷൻ, ആദ്യത്തെ ഒരു പടം ഡാം ട്രിപ്പിൾ 9, അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു, ആളുകളുടെ മനസ്സിൽ ഇന്നും ഉണ്ട്. നമ്മുടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് അന്ന് സാറ് ആ ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് എന്താവുമെന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ മലയാളികൾ അത് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ട് പേടിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. സാർ അന്ന് അത് ചെയ്തപ്പോൾ അതെന്തായിരുന്നു? വർഷങ്ങൾക്ക് ശേഷം അത് നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴും അത് സോഷ്യൽ മീഡിയ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. അതിന്റെ അല്ല, മുല്ലപ്പെരിയാർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ മുല്ലപ്പെരിയാർ ചർച്ചയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചത് അതിലെ വിഷ്വൽസ് വന്നപ്പോഴാണ്. അത് മീഡിയാസ് ഏറ്റെടുത്തപ്പോഴാണ് ജനങ്ങൾക്ക് അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലായത്. ഇന്നും ഇപ്പം മുല്ലപ്പെരിയാർ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അതിലെ വിഷ്വൽസാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ജനം തിരിച്ചറിഞ്ഞിട്ടില്ല ആ സിനിമയിലൂടെ എന്താ ഞാൻ പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനേക്കാളും അധികം അതിൻ്റെ മുന്നിൽ പണിയുന്ന ഒരു പുതിയ ഡാമിൻ്റെ കറപ്ഷനെ കുറിച്ചാണ് ആ സിനിമയിൽ പറയുന്നത്. ഇത് തന്നെയാണ് നാളെ സംഭവിക്കുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ മുന്നിൽ പുതിയ ഡാം വന്നാൽ എല്ലാ പ്രശ്നം തീരുമെന്നാണ് ജനം വിചാരിക്കുന്നത്. അതൊരു കറപ്റ്റഡ് ഡാം ആണെങ്കിലുള്ള സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്ത് ഉപയോഗിക്കേണ്ട സിമെൻറ്റ് അവിടെ ഉപയോഗിച്ചില്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അന്ന് സായിപ്പ് ആത്മാർത്ഥതയോട് ചെയ്തുകൊണ്ടാണ് മുല്ലപ്പെരിയാറിന് ഇന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. അത് ഇനിയും പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാതിരിക്കുകയോ ഒരു ടൊറൻഷ്യൽ റെയിൻ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഇനി ഒരു 100 വർഷം അവിടെ നിൽക്കും. കാര്യം എന്താണ്, ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു തടയണയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. കാര്യം അത് സെൽഫ് വെയിറ്റിൽ നിൽക്കുന്നതാണ്. പക്ഷേ അതൊരു എർത്ത് പ്രോൺ ഏരിയ ആയതാണ് പ്രോബ്ലം. ആ എർത്ത് പ്രോൺ ഏരിയയിൽ പുതിയ ഡാം വന്നു കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. അത് എർത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. പക്ഷെ നമ്മൾ ഇനി ഇപ്പം തിരിച്ചറിയേണ്ടത് ഇതുവരെ ചർച്ച ചെയ്യാത്ത ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ അങ്ങേ എൻ്റെ തൊട്ട് ഇങ്ങേ എൻ്റെ വരെ ഡാമുകളാണ്. ഈ ഡാമുകളെല്ലാം കോൺക്രീറ്റ് ഡാമാണെന്ന് തിരിച്ചറിയുക. ഈ ഡാമിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞു. 50 വർഷം കഴിഞ്ഞു ഇവിടുത്തെ നമ്മുടെ എല്ലാ ഡാമിൻ്റെയും കാലാവധി. 50 വർഷത്തിനുള്ളിൽ ഏത് ഡാമാണ് കോൺക്രീറ്റ് ഡാമിനാണ് ആയുസ്? ഏത് എഞ്ചിനീയറാണ് കൊടുക്കുന്നത്? ഇപ്പോഴും കുഴപ്പമില്ല എന്നുള്ള പഠനങ്ങൾ വരുന്നത് എന്തുകൊണ്ട് സാർ? എങ്ങനെയാണ് കോൺക്രീറ്റ് ഡാമിന് നിങ്ങൾ 50 വർഷം കഴിഞ്ഞിട്ട് ഏത് എഞ്ചിനീയർ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് പറയുന്നത്? അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് തെറ്റിദ്ധരിപ്പിക്കാൻ തുല്യമല്ലേ? കോൺക്രീറ്റ് ഡാമുകൾക്ക് 50 വർഷത്തിനപ്പുറം ലൈഫില്ല. ഏതെങ്കിലും എഞ്ചിനീയർ പറയട്ടെ അത് ഓക്കെയാണെന്ന്? ഇല്ല. ഇനി ഈ ഡാമുകളെ കുറിച്ച് ആരെങ്കിലും ഇതുവരെ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇനി ഈ ഡാം പണിതതിനകത്ത് സത്യസന്ധത എത്രയുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കുക. കാര്യം ഞാൻ താമസിക്കുന്നത് പുനലൂരാണ്. ഈ പുനലൂർ തൊട്ട് ബാക്കിലുള്ളതാണ് തെന്മല ഡാം. ഇത് 1970s പണിത ഡാമാണ്. അന്നാണ് എൻ്റെ വീട് പണിതേക്കുന്നത്. എൻ്റെ പേരൻസ് പറഞ്ഞ് എനിക്കറിയാം. അന്ന് ഞാൻ ചെറുപ്പമാണ്. ആ വീട് പണിതിരിക്കുന്നത് തെന്മല ഡാമിൽ ഉപയോഗിക്കേണ്ട സിമൻറ്റ് വെച്ചിട്ട്. ആ ഏരിയയിലുള്ള മിക്കവാറും എല്ലാ വീടും ഇത് ബ്ലാക്കിൽ അവിടുന്ന് സിമൻറ്റ് കടത്തുകയാണ്. അപ്പം ഇതാണ് എല്ലാ ഡാമുകളിലും നടന്നേക്കുന്നത്. അപ്പം ഉപയോഗിക്കേണ്ട സിമൻറ്റ് ഇവിടുത്തെ മിക്കവാറും എല്ലാ ഡാമുകളിലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മര്യാദയ്ക്ക് ചെയ്താൽ പോലും 50 വർഷമാണ് ലൈഫ്. അപ്പോൾ ഇതിനകത്ത് കറപ്ഷൻ വന്നു കഴിഞ്ഞാലുള്ള സീൻ എന്താവും? ഇതാണ് ഞാൻ ഡാം ട്രിപ്പിൾ 9 ആക്ച്വലി ഡാം ട്രിപ്പിൾ 9 ഇന്നും മലയാളി ശരിക്കും കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. എല്ലാവരും ആ ലാസ്റ്റ് ഡാം പൊട്ടുന്നത് മാത്രമേ മനസ്സിലുള്ളൂ. പക്ഷേ അതിലൂടെ പറയാൻ ശ്രമിച്ചേക്കുന്നത് ഒരു കറപ്ഷൻ, ഒരു ഡാം കൺസ്ട്രക്ഷനിലെ കറപ്ഷൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഡാം ട്രിപ്പിൾ 9 മലയാള വേർഷൻ ഈ അടുത്ത 20-ാം തീയതി റിലീസ് ചെയ്യാണ്. വിത്ത് 4K അറ്റ്മോസ് എല്ലാം ആയിട്ട് റിലീസ് ചെയ്യാണ്. അപ്പോൾ മലയാളികൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. മറ്റേതിൽ ഇംഗ്ലീഷ് വേർഷനാണ് ഇവിടുത്തെ മലയാളി മിക്കവാറും എല്ലാം ഡാം ട്രിപ്പിൾ 9 കണ്ടേക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ ആകെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഈ ഡാം, എല്ലാവരും ഇങ്ങനെ ഡാം പൊട്ടുന്ന സീൻ മാത്രം നോക്കിയിരിക്കുക. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചർച്ചയ്ക്ക് വെക്കേണ്ട മുല്ലപ്പെരിയാറല്ല. എൻ്റെ അടുത്ത് ഞാൻ പറയും, ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടത് മുല്ലപ്പെരിയാറല്ല. എല്ലാവരും വേഗം എറണാകുളം ഇവിടുത്തെ അടുത്തുള്ള പറഞ്ഞ ജില്ല പോകുന്നതാണ്. അതൊന്നും അല്ല. അതിനേക്കാളും വലിയ ഡേഞ്ചറാണ് അങ്ങേ എൻ്റെ തൊട്ട് ഇങ്ങേ എൻ്റെ വരെയുള്ള മറ്റു ഡാമുകൾ. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഏത് എഞ്ചിനീയറെ വിളിച്ച് അന്വേഷിച്ച് നോക്കൂ. ഈ ഡാമുകളെല്ലാം ഇന്ന് അല്ലെങ്കിൽ നാളെ പൊട്ടിയേ പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഈ ഡാമുകൾ നിങ്ങൾ പിടിച്ചു നിർത്തുന്ന പറയാം. കേരളം മുഴുവൻ ഒരു വലിയ കുറേ വാട്ടർ ബോംബ്സിൻ്റെ മുന്നിൽ മനുഷ്യൻ ജീവിക്കുക. ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഇത് അങ്ങ് ആരും ചർച്ച ചെയ്തിട്ട് എന്തുകൊണ്ട് എന്ത് പൊളിറ്റിക്സിൻ്റെ പേരിലാണ് പിന്നീട് നമുക്ക് ഇത്രയും ജനങ്ങൾക്ക് ജീവന് ഭീഷണി ഉണ്ടായിട്ട് പോലും അവർ? ഇത് പൊളിറ്റിക്സിൻ്റെ അല്ല, ഇത് ടോട്ടൽ ഇഗ്നറൻസ് ആണ്.
ഇത് ചർച്ചയ്ക്ക് പറയുന്ന ലോജിക്ക് വെച്ചാൽ 50 വർഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞു, അതിന്റെ ഇരട്ടി വർഷങ്ങൾ ഇപ്പൊ കഴിഞ്ഞു. അല്ല അത് മുല്ലപ്പെരിയാർ ഡാം. ഓക്കെ, മുല്ലപ്പെരിയാർ ഡാമിന് ഇനി 50 അല്ല, ഇനി 100. ഇപ്പം ഒരു ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്ന കാര്യം സെൽഫ് വെയിറ്റിൽ നിൽക്കുന്നതാണ്. അതിന് 10-45 മീറ്റർ വീതിയിലാണ് അടിയിൽ പണിതേക്കുന്നത്. അത് ഭൂമി കുലുക്കം ഉണ്ടായില്ലെങ്കിൽ അത് തൽക്കാലം അവിടെ നിന്നുള്ളൂ, കുറച്ച് ലീക്കൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ അതൊരു എർത്ത് പോണ ഏരിയയാണ്. എവറി വീക്ക് ഒരു എർത്ത് ആ ഏരിയയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എന്ന് ഇതിൻ്റെ തൊട്ടടുത്തുണ്ടാവുന്ന അന്നേരം മുല്ലപ്പെരിയാറിന് ഇഷ്യൂ ആണ്. അതിന് പുതിയ ഡാം വരുന്നാലും അവിടെ ഇഷ്യൂ തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം, മുല്ലപ്പെരിയാർ അവിടെ ആയിക്കട്ടെ, ബാക്കിയുള്ള ഡാമുകളുടെ അവസ്ഥ എന്താണ്? ഇനി മുല്ലപ്പെരിയാറിൻ്റെ മുന്നിൽ ഇപ്പോൾ പുതിയ ഡാം എന്ന് പറയുന്നത്, ഈ പണിയുന്ന ഡാമിനകത്ത് എത്രമാത്രം സത്യസന്ധത നമുക്കറിയാമല്ലോ. ഇവിടുത്തെ പാലാരിവട്ടം പാലം, ആ പാലം, ഈ പാലം ഒക്കെ പുതിയ ഡാമിനകത്ത് എത്ര സിമെൻറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കും, എത്ര കമ്പി ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ഇതൊരു അതാണ് ഡാം ട്രിപ്പിൾ നയൻ. നിങ്ങൾ ഒന്നുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചേക്കുന്നത്, പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. ഈ സാറൊരു ബിസിനസ്മാനാണ്, ഈ പുതിയ ആശയങ്ങൾ എങ്ങനെ ഉടലെടുക്കുന്നത്? വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ. കാരണം ഒരു പക്ഷേ ഒരു ബിസിനസ്മാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വളരെ ഒരു ക്രിയേറ്റീവായ ഒരാളിൽ നിന്ന് മാത്രം ഉടലെടുക്കുന്ന പല ആശയങ്ങളും സാറിൻ്റെ എൻ്റെ ഒരു ഞാൻ തന്നെ ലൈഫിൽ ഒരു 250-300 കൺസെപ്റ്റ്സ് അല്ലെ പ്രോജക്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എനിക്കതൊരു ഹോബിയാണ്. ഒരു പുതിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ പ്രോട്ടോടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. ചിലതൊന്നും കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടേ ഇല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2016 തോന്നുന്നു, ഇപ്പം നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടും, സോളാർ AC ബെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഒരു ദിവസം തോന്നി സോളാർ AC ബെഡ്, അതായത് എനിക്ക് AC കഴിയണം, ഞാൻ എന്തിനാണ് എൻ്റെ മുറി മുഴുവൻ കൂൾ ചെയ്യുന്നത്? എനിക്ക് കിടക്കുന്ന കട്ടിൽ മാത്രം കൂൾ ചെയ്താൽ പോരെ? അതിനെന്തിനാണ് എനിക്ക് ഇത്രയും പവർ? എനിക്ക് ആകെ ഒരു 350 വാട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ഏരിയ കൂൾ ചെയ്യാം. അതിന് ഞാൻ എന്തിനാണ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എനിക്കൊരു സോളാർ വെച്ചാൽ മതി. അതൊരു കൺസെപ്റ്റാണ്. ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി സുഖമായിട്ട് ഞാൻ അതിൽ എത്രയും നാൾ കിടന്നുറങ്ങി. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൊതുവലയാണ്. നിങ്ങൾക്ക് ഏത് കാട്ടിലോ വീട്ടിലോ നിങ്ങൾക്ക് പോയിട്ട് പവറില്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് AC വെച്ച് യൂസ് ചെയ്യാം. നിങ്ങൾ എന്താണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല. എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ട്. നിസ്സാര പൈസയേ ആവത്തുള്ളൂ ഈ കാര്യത്തിന്. ഇത് ഞാനൊരു ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് മാത്രമായിട്ട് ഇറങ്ങിയ മറ്റു പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അത് വെച്ച് എനിക്ക് വേണം ഒരു ബില്യണർ ആവാം. മനസ്സിലായില്ലേ? ഇപ്പോഴും അത് എന്താണ് ഒരു പ്രോഡക്റ്റാക്കി മാറ്റിയിട്ടില്ല, പ്രോട്ടോടൈപ്പ് ചെയ്ത് അവിടെ വെച്ചു. അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് ആൻഡ് പ്രോഡക്ട്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെൻഷൻ്റെ ഭാഗമാണ് ആക്ച്വലി. പക്ഷേ കാര്യം അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് മാറി. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മറ്റൊരു മേഖലയിലേക്ക് പല പ്രോജക്റ്റുകളും കേരളത്തിൽ വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിന് പ്രശ്നമാണോ? കാരണം ഇപ്പോൾ സാറ് പറയുന്ന പ്രോജക്റ്റ് പോലെ ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റാണ്, ഒരു പുറത്ത് വിദേശികളൊക്കെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന പ്രോജക്റ്റ്. അത് കേരളത്തിൽ വർക്കൗട്ട് ആവുന്നത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ടാണ്. അതൊരു വർക്കൗട്ട് ആവില്ല. നമ്മളൊരു പ്രോജക്റ്റ് വിജയിപ്പിക്കണമെങ്കിൽ ആദ്യം അതിനൊരു പ്രോജക്റ്റ് മാനേജർ വേണം. അതൊരു പാഷനോട് കൂടി. ഇപ്പം ഏത് ഫീൽഡിലും നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലും നിങ്ങൾക്ക് പാഷൻ ഇല്ലെങ്കിൽ നിങ്ങളൊരു പരാജയമായിട്ട് മാറും. അപ്പോൾ ഏത് ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാക്കി വിജയിപ്പിക്കണമെങ്കിൽ അതിൽ പാഷനുള്ള നല്ലൊരു പ്രോജക്റ്റ് ഹെഡ് ഉണ്ടാവണം. അതിൻ്റെ സ്കേഴ്സിറ്റിയാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. നമ്മൾ അക്കാഡമിക്, അതായത് പുസ്തകം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുക, എന്താണ് എല്ലാത്തിനും A+ വാങ്ങുക. ഇതിനകത്ത് എവിടെയാണ് പ്രോജക്റ്റ് മാനേജർ ആവുന്നത്? ശരി. അപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ ഞങ്ങളിപ്പോൾ അത് കാരണം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാമ്പസിൽ പോയാൽ അവിടുത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാന്ന് ചോദിക്കും. ആ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനെ ഞങ്ങളിങ്ങനെ എടുക്കുക. കാര്യം പുള്ളി അറിയാതെ ഒരു പ്രോജക്റ്റ് ഹെഡായിട്ട് മാറിക്കഴിഞ്ഞു. ഒരു ഇൻഡസ്ട്രിയിൽ വേണ്ട നമുക്ക് പ്രോജക്റ്റ് മാനേജേഴ്സിനാണ്. അവർക്ക് എന്താണ് എങ്ങനെ ഒരു നല്ല ലീഡറായി മാറാൻ ഇതെല്ലാം ക്രിക്കറ്റിനകത്തുണ്ട്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാതെ അക്കാഡമിക് ബില്യൻസ് നോക്കിയില്ല എടുക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇനി അതിനകത്ത് ഇപ്പം ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എനിക്ക് ഇതിനകത്ത് പാഷനോടെ വേണം. കാര്യം ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ഒരു എന്താണ് സോളാർ AC ബെഡ് ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വലിയ മേഖലയിലേക്ക് കൊണ്ടുപോകണം. അതിൽ പാഷനോട് കൂടി ഇറങ്ങുന്ന ഒരാളെ കിട്ടിയാലേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാരണം അവിടെ ഇട്ടു. കാര്യം വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് എൻ്റെ കയ്യിരിപ്പുണ്ട്. ആർക്കെങ്കിലും നല്ല താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി. നല്ല ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഞങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട് അതിന് വേണ്ടി. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ് എടുക്കാം. അത് ഉപയോഗിച്ചിട്ട് നല്ല കൺസെപ്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.